എന്തായാലും കൊടുക്കുമ്പോൾ വൃത്തിയായിട്ട് കൊടുക്കും. അത് കാരണം ഞാൻ ഇപ്പോൾ ടയർ മാറ്റിയിട്ടുണ്ട്, ഫ്രണ്ട് ടയറും ബാക്ക് ടയറും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മച്ചവരെ നമ്മുടെ AC ഒക്കെ സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ട് വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡിസ്കൗണ്ട് ആക്കി തരും. അതുപോലെ നമ്മളിപ്പം AC-യുടെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സസൈഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറയണ്ടോ. താഴെ ഉണ്ടല്ലോ കറുത്ത അഴുക്കാണ് താഴോട്ട് ഇറങ്ങി വരും. ഭയങ്കര ചൂടായിരിക്കും കേട്ടോ ഇതിൻ്റെ അകത്ത്. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന കൊല്ലത്താണ് കേട്ടോ. കൊല്ലം ബിഷം ജോറോ നഗറിൽ നിൽക്കുന്നത്. നമ്മളവിടെ റിസ്വാനുണ്ട്. പിന്നെ അവൻ്റെ പേരെന്ത് പേര്? അതിനാനുണ്ട്. അവന് നാണക്കേട് കേട്ടോ ഇതിൻ്റെ അകത്ത് തട്ടി വരാൻ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വെച്ചാൽ നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. നാരങ്ങളുള്ള കുടിച്ച് കൊടാനെ കുറിച്ചിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഇനി ബാങ്കുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യാനുണ്ട്. നമുക്ക് വരുന്നത് ആധാർ കാർഡും പാൻ കാർഡും കൂടെ ലിങ്ക് ചെയ്യണം. അപ്പോൾ അത് ഇവിടെ വന്ന് ലിങ്ക് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് ബിഷം ജോറോ നഗർ കേട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ പണ്ടൊക്കെ വന്ന് ഇവിടെ നിന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് വന്ന് ക്ലാസ്സും കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്. അന്നത്തെയും ഇന്നത്തെയും ഒരേ കണക്ക് തന്നെ, ഒരേ ഇത് തന്നെയാണ്. ഒരു മാറ്റവും വന്നിട്ടില്ല നമ്മുടെ ഈ ബിഷപ്പ് ജോറോ നഗറിൽ. ഇപ്പോൾ നമുക്ക് പോകാം. ഇത് നമ്മൾ പോകുന്നത് അതിനാൻ്റെ പാപ്പാടെ കടയിലാണ് പോകുന്നത്. കാര്യം AC റെഡിയാക്കാൻ വേണ്ടി പോവുക. നമ്മൾ റിസ്വാൻ്റെ വണ്ടിയുടെ ACക്ക് ചെറിയൊരു പ്രശ്നം അല്ലേ, കൂളിംഗ് ഇല്ല. കൂളിംഗ് ഇല്ല. അപ്പം അതിന് വേണ്ടി പോവാണ്. എന്താ പറഞ്ഞത്? ഐസായിട്ട് കൂളിങ്ങിന് ഐസായിട്ട് ഇട്ടമാര് ഇതാണ് കേട്ടോ ബിഷപ്പ് ജോറോ നഗർ. 10-20 വർഷമായെന്ന് തോന്നുന്നു കേട്ടോ ഇതിന്. ആ ഒരു പ്രൗഢിയോട് കൂടിയാണ് നമ്മുടെ ബിഷപ്പ് ജോറോ നഗർ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ വന്ന് നമുക്ക് കുറച്ച് സംഭവങ്ങൾ എടുക്കാനുണ്ട്, കുറേ വീഡിയോകൾ എടുക്കാനുണ്ട്. വണ്ടികൾ വന്നിരിക്കും, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. പക്ഷേ അത്ര ആൾക്കാർ ഇവിടെ കാണുന്നില്ല കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ ഇട്ടിരിക്കുകയാണ്. നമുക്കിത് നേരെ വണ്ടി എടുത്തിട്ട് പോവാം. ഭയങ്കര ചൂടായിരിക്കും കേട്ടോ ഇതിൻ്റെ അകത്ത്. ഗൈസ് പൊള്ളി അവിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവനിരിക്കുക കേട്ടോ. AC ഒന്നുമില്ല. AC എന്ന് വരുന്നത് ചൂട് കാറ്റാണ്. AC അതാണ് നന്നാക്കാൻ പോണത്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. കൊണ്ട് അടിപൊളി രസമുണ്ട് കാണാൻ. ചൂട് ചെറിയ തണുപ്പൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഈ ഒരു ചെറിയ കുളിങ്ങേ ഉള്ളല്ലേ, ചെറിയ കുളിങ്ങേ ഉള്ളു. ഇനി നമ്മൾ ശരിയാക്കിയിട്ട് വന്നിട്ട് നോക്കണം അല്ലേ, അതിനെൻ്റെ വർക്കല്ലേ. ഇല്ലടാ ഐസെട്ടിട്ട് 20 പറഞ്ഞേക്കുന്നത്. പാലം, കൊല്ലം വമ്പം പാലം എന്ന് പറയുന്ന പാലം അല്ലേടാ. ചുമ്മാ പണ്ട് ഇവിടെ തൊട്ടുള്ളായിരുന്നു പാലം. ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത പാലമായിരുന്നു. ഇപ്പം നീളം കൂട്ടി അവിടെ വരെ ആക്കി. ഇതിനാന്ന് നമുക്കറിയത്തില്ല. വൻമതിൽ തോന്നുന്ന രീതിയിലത്തെ പാലമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ വീട്ടിലൊക്കെ വെച്ച് കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഏരിയയിൽ കുറേ ഷൂട്ടിങ് നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചുമ്മാ മുമ്പിലോട്ട് പോകാൻ നേരത്ത് നമുക്ക് ഇവിടെ കണ്ടിട്ടുണ്ട് അണ്ടർഗ്രൗണ്ടിൽ കൂടെ ട്രെയിൻ പോകണ റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടെ കുറേ പേർക്ക് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ചാവത്തെയൊന്നുമില്ല, കാല് കൈ അവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് കൊല്ലം പോലീസ് സ്റ്റേഷൻ. നമ്മൾ ഫ്രണ്ടിലോട്ട് പോകാൻ നേരത്ത് ആണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. കൊല്ലം മഹോത്സവം അത് കഴിഞ്ഞാണ്. കൊല്ലം മഹോത്സവം ഇവിടെ നമ്മൾ പോയി വീഡിയോ കിട്ടുന്നുണ്ട്. കൊല്ലം മഹോത്സവം കഴിഞ്ഞിട്ടില്ല, 2 ദിവസം മുന്നേ ആരോ പോയിട്ടുണ്ട്. അപ്പോൾ അത് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് പാലുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേഡിയം കാണാൻ പറ്റുന്നത്. കൊല്ലത്തിൽ വെച്ച് ഏറ്റവും വലിയ സ്റ്റേഡിയം നടക്കുന്നത്. ഇവിടെ കുറേ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് വരുന്നത്, അതോ ഇനി സ്റ്റേഡിയം ആണോ വരുന്നത്, എന്ത് സംഭവമാണ് വരുന്നത് നമുക്കറിയാൻ വയ്യ. ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട്. സ്റ്റേഡിയം ആട്ടോ ഇവിടെ സ്റ്റേഡിയം. ഇതാണ് നമ്മുടെ ശ്രീനാരായണ ഞങ്ങളിവിടെ പഠിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ എക്കാമാരും മുട്ടാമാരും ഒക്കെ ഇവിടെ പഠിച്ചു. നീല കളർ, നീലയാണോ പച്ചയാണോ? AC, അവനെ ACയുടെ കാര്യം അറിയാം കേട്ടോ. ഇവരെ നമ്മളിപ്പം ACയുടെ കാര്യങ്ങൾ നോക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയത്താണ്. കുട്ടിയും റൈഹാന AC ഇലക്ട്രിക്കൽ അല്ലേ. ഇലക്ട്രിക്കലാകുമ്പം ഈ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ നോക്കത്തില്ലേ, സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല നോക്കാം. എന്തായാലും നല്ല വർക്കാണോ നോക്കല്ലേ, അത് ഞാൻ പ്രിഫർ ചെയ്യാല്ലേ. നിങ്ങൾക്ക് എല്ലാം ശരിയാക്കും അല്ലേ. ഇതെങ്ങനെ കാണാൻ പറ്റുന്നില്ല ഇവിടെ. അപ്പോൾ നമ്മൾ പൊട്ടി വെച്ചത് ഇവിടെ ഫോണാണ്. എന്താ പറയുക, ഫോണാണ് ഇത് കണ്ടിട്ടില്ല. ഇവിടെ ഫോണാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും ഇവിടെ ഒരു സിറ്റിയാണ്, അപ്പോൾ എൻ്റെ മോളായിരിക്കും വരുന്നത്. ഇവിടെ എല്ലാ ഡെവലപ്പ് സൈഡ് ഫുൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡ് ഫുൾ ഡെവലപ്പ് ചെയ്യാണ്. ഇവിടെ ഒന്ന് ആയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ അവിടെ വരെയാണ്
ഇതിനെക്കാട്ടി വല്ല മോൾ അവിടെ വരുന്നത് ആസ്മി മോളിനെക്കാട്ടി വലുതാന്ന് തോന്നുന്നത്. നമ്മൾ എന്തായാലും സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്ഥലം രഹാന ഓട്ടോ ഇലക്ട്രിക്കൽ കാർ ആൻഡ് വർക്ക്. അതാണ് അവിടെയാണ് സംഭവം ഉള്ളത്. ഇപ്പോൾ കുറേ വണ്ടികൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടി അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇലക്ട്രിക്കലും കാര്യങ്ങളൊക്കെ നോക്കും കേട്ടോ. ഇവിടെ എന്തോ കൂട്ടി ചെക്ക് ചെയ്തിട്ടുണ്ട്. പ്രഷറും ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കിടക്കുന്നത് എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. റേഡിയേറ്റർ തണുപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ ക്ലീൻ ചെയ്യുകയാണ്, തണുപ്പിക്കുകയാണ് കേട്ടോ. നല്ല ചൂടായിട്ട് ഓടി വന്നിരിക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ ഈ സാധനം ഊരണം. കുറേ ക്ലീൻ ചെയ്ത് കേട്ടോ. അത് അഴുക്ക് കണ്ടോ, താഴെ ഉണ്ടല്ലോ കറുത്ത അഴുക്കാണ് താഴോട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ. നല്ല അഴുക്ക് പിടിച്ചിരുന്നതാണ്. നമുക്ക് വണ്ടി എന്തായാലും നാളെ കിട്ടത്തുള്ളൂ. അപ്പം നാളെ വന്ന് ഇവിടെ എടുക്കണം. നമ്മളിപ്പോൾ നിസ്കരിച്ചപ്പോൾ ഇറങ്ങിയുള്ളൂ. അവൻ്റെ വീട്ടിൽ പോയി ഫുഡും കഴിച്ചിട്ടാണ് വന്നത്. അതിനാണല്ലേ അവൻ്റെ വീട്ടിൽ നിന്ന് ഫുഡും കഴിച്ചിട്ടാണ് ഇറങ്ങി. അവൻ്റെ വീട്ടിലോട്ട് പോകണ വഴിയാണ്. ഒരു സ്കൂളൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്ത് കേട്ടോ. കിങ് സ്കൂളാണ് ഇവരെ സ്കൂളിൻ്റെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള സ്കൂളിൻ്റെ പേര്. പിന്നെ വേറെ ഉണ്ടല്ലോ നമ്മളെ മറ്റുള്ള അതിൻ്റെ അടുത്താണല്ലേ, അതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ നാളെ എന്തായാലും വണ്ടി നമ്മൾ വന്ന് എടുത്തിട്ട് പറയും എങ്ങനെ ഉണ്ട് വർക്ക് എന്നല്ലേ. അല്ല അതിനാനെ അവിടെ ഓടിയാണ് കേട്ടോ വീട്ടിലോട്ട്. നീ വീട്ടിൽ പോയി ഇനി എന്ത് ചെയ്യാൻ പോണത്? ഇതാണ് ഇതിനെ വീട്ടിലോട്ട് പോകുന്ന വഴിയിട്ട് ഇവിടെ നഗരത്തോട്ട്. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും പോകേണ്ടുള്ളത് ബസ്സിൽ കയറിയിട്ട് പോകണം കുറ്റിവട്ടത്തോട്ട്. അതാണ് വലിയ ചടങ്ങല്ലേടാ. എന്താ നീ കണ്ടിട്ടില്ല എൻ്റെ ചാനൽ? അപ്പോൾ മച്ചവരെ നമ്മളെ AC ഒക്കെ സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് മാറിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈപ്പും മാറിയിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ വയ്ക്കുന്ന ഒരു ഫിൽറ്റർ മാറിയിട്ടുണ്ട് കേട്ടോ. വേറൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഏകദേശം നമുക്ക് ഇതിൻ്റെ അകത്ത് കരി ഉണ്ടായിരുന്നെങ്കിൽ, അപ്പോൾ കംപ്രസറിൻ്റെ അകത്ത് കരി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത് ഫുള്ളോടെ മാറി നല്ലൊരു എമൗണ്ട് ആയിരുന്നു. 16,000 രൂപയെങ്കിലും ആയനല്ലേ. 14,500 രൂപ കംപ്രസർ വിത്ത് പിന്നെ പണിക്കൂലി എല്ലാം കൂടെ ഒരു 16 രൂപ പറഞ്ഞതല്ലേ. അപ്പം കരി ഇല്ലാത്തതാണ് രക്ഷപ്പെട്ട്. നമുക്ക് എന്തായാലും ആ ഒരു പൈപ്പും പിന്നെ ഇവിടുത്തെ ഒരു ഫിൽറ്റർ മാത്രമേ മാറിയിട്ടുള്ളൂ. ഏകദേശം 4,200 രൂപയുടെ ആയിട്ടുള്ളൂ ഫുൾ പണിക്കൂലി ഉൾപ്പെടെ. അപ്പം നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ. ബിലാലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരാഴ്ചയായല്ലേ നമ്മൾ വണ്ടി എടുത്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ആ ഒരു കൂളിയും കാര്യങ്ങൾ കുറയുന്നൊന്നും ഇല്ലോ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്ത്. ഇപ്പം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വിഷയം വരുന്നില്ല അല്ലേ. ഞാൻ എന്തായാലും ഇതിൻ്റെ ലൊക്കേഷൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ഇട്ടിരിക്കാം. നല്ല രീതി പണിഞ്ഞു തരും കേട്ടോ. നല്ല രീതി പണിഞ്ഞു തരും. നമ്മൾ വീഡിയോ കണ്ട് ആണെന്ന് പറയണം അല്ലേ. അല്ലടാ ബിലാല്, വീഡിയോ കണ്ട് വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡിസ്കൗണ്ട് ആക്കി തരും. അതുപോലെ നല്ല രീതിയിൽ നോക്കുകയും ചെയ്യും. ഇതിവിടെ നല്ല കൂളിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. ഇതുപോലത്തെ കിടക്കാച്ച വീഡിയോസ് ഇനി വേണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ കുറേ വണ്ടികൾ അൾട്രേഷൻ ചെയ്യാനുണ്ടല്ലേ. നമുക്കൊരു RS100 വന്നിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ എടുക്കാനുണ്ട്. പിന്നെ എഫിസോഡിൻ്റെ ഉണ്ട്. എഫിസോഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. കുറച്ച് പണി ചെയ്തിട്ട് ഞാൻ കൊടുക്കത്തുള്ളൂ. കാര്യം കൊടുക്കുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് കൊടുക്കണം അല്ലേ. എന്തായാലും കൊടുക്കുമ്പോൾ വൃത്തിയായിട്ട് കൊടുക്കും. അത് കാരണം ഞാൻ ഇപ്പോൾ ടയർ മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് ടയറും ബാക്ക് ടയറും മാറ്റിയിട്ടുണ്ട്. പോയി കാണുക. ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇനി ആ ഒരു വണ്ടിക്ക് നമ്മളെ എഫിസറിന് ഷോക്കിൻ്റെ കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ട്, ലീക്ക് ഉണ്ട്. അതുകൊണ്ട് മാറ്റിയിട്ട് ഞാൻ വിൽക്കത്തുള്ളൂ. അപ്പം ഞാൻ വില പറയും കേട്ടോ. അപ്പം നിങ്ങൾ മറക്കാതെ കാണുക. പിന്നെ ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡ് വീഡിയോസും ഇഷ്ടംപോലെ വരുന്നുണ്ട് അല്ലേ. എല്ലാവരും അതിനകത്ത് കേറുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല കൂൾ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.